സുനിൽ ഷെട്ടിയും സൂരജ് പഞ്ചോളിയും ഒന്നിച്ച കേസരി വീർ ആദ്യ ദിനം ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത് മോശം പ്രതികരണങ്ങളെന്ന റിപ്പോർട്ടുകൾ. 1 കോടി രൂപ കടക്കാൻ ബിഗ് ബജറ്റ് ചിത്രമായ കേസരി വീറിന് ആദ്യ ദിവസം കഴിഞ്ഞില്ല. പുറത്തുവരുന്ന കണക്കുകൾ പ്രകാരം ചിത്രത്തിന്റെ ഇന്ത്യയിലെ ആദ്യ ദിവസത്തെ നെറ്റ് കളക്ഷൻ വെറും 25 ലക്ഷം രൂപ മാത്രമാണ്. ഇതോടെ ബോളിവുഡിലെ വൻ ബജറ്റ് ചിത്രത്തിന്റെ ഈ വർഷത്തെ ഏറ്റവും മോശം ഓപ്പണിംഗ് കളക്ഷനായി മാറി കേസരി വീർ. ആദ്യ ദിവസം 1.5 കോടി രൂപ കളക്ഷൻ നേടിയ ആസാദ് പോലും ഈ ചിത്രത്തെ മറികടന്നു. ചിത്രത്തിന് വലിയ രീതിയിലുള്ള പ്രൊമോഷൻ തന്നെ അണിയറ പ്രവർത്തകർ നൽകിയിരുന്നു. കൂടാതെ സൂരജിന്റെ ബോളിവുഡിലേക്കുള്ള ഏറ്റവും പുതിയ തിരിച്ചുവരവായും ഇത് കണക്കാക്കപ്പെട്ടു. അഭിനേതാക്കളായ ആദിത്യ പഞ്ചോളിയുടെയും സറീന വഹാബിന്റെയും മകനായ സൂരജ് ഹീറോ എന്ന ചിത്രത്തിലൂടെയാണ് അരങ്ങേറ്റം കുറിച്ചത്. തുടർന്ന് സാറ്റലൈറ്റ് ശങ്കർ, ടൈം ടു ഡാൻസ് എന്നീ ചിത്രങ്ങളിൽ അഭിനയിച്ചു. എന്നാൽ ചിത്രങ്ങൾ പരാജയപ്പെട്ടതോടെ താരത്തിന് മുന്നോട്ടു പോകാനായില്ല. മുൻപ് നടിയും കാമുകിയുമായ ജിയ ഖാന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് സൂരജ് കേസിൽ ഉൾപ്പെട്ടിരുന്നുവെങ്കിലും പിന്നീട് കുറ്റവിമുക്തനാക്കപ്പെടുകയായിരുന്നു. 2021 സ്റ്റാൻലി ഡി കോസ്റ്റിയുടെ ടൈം ടു ഡാൻസ് എന്ന ചിത്രത്തിലാണ് സൂരജ് അവസാനമായി അഭിനയിച്ചത്. പ്രൊമോഷനുകൾ ഒരു തരത്തിലും ജനങ്ങളെ സ്വാധീനിച്ചിട്ടില്ലെന്നാണ് ചിത്രത്തിന്റെ ആദ്യദിന കളക്ഷൻ സൂചിപ്പിക്കുന്നത്. രാവിലെയും ഉച്ചകഴിഞ്ഞും ചിത്രത്തിന്റെ തിയേറ്റർ ഒക്യുപ്പൻസി 3.4%, 7.2%, വൈകുന്നേരവും രാത്രിയും വെറും 5.9%, 9.8%, ട്രാക്കർമാർ പറയുന്നത്. റിലീസ് ദിനത്തിലെ ഈ കുറവ് വലിയ തിരിച്ചടിയാവുമെന്നാണ് അനലിസ്റ്റുകൾ പറയുന്നത്. കേസരി വീറിന് വരും ദിവസങ്ങളിൽ എത്രത്തോളം തിയേറ്ററുകൾ ലഭിക്കുമെന്നാണ് ഇപ്പോൾ ഏവരും ഉറ്റുനോക്കുന്നത്. പ്രിൻസ് ദിമാൻ സംവിധാനം ചെയ്ത ചിത്രത്തിൽ വിവേക് ഒബ്രോയ്, ആകാംക്ഷ ശർമ്മ, മുകേഷ് അഗ്രോഹാരി എന്നിവരാണ് മറ്റു കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.